വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കാര്യമൊന്ന് സൂചിപ്പിച്ചോട്ടെ. അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ ഓൺലൈൻ ക്ലാസ്സുകളോ നോട്ട്സോ ആവശ്യമുള്ളവർ www.manojmelekandi.blogspot.com സന്ദർശിക്കുക. ആ ബ്ലോഗിൽ എല്ലാ വീഡിയോയുടെയും നോട്ട്സിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഇടപാടുകൾ ജേണൽ എൻട്രി എന്നൊരു രൂപത്തിൽ റെക്കോർഡ് ചെയ്യുവാനും അത്തരം ജേണൽ എൻട്രീസ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് പ്രകാരം എല്ലാ ഇടപാടുകളും നമ്മൾ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം തന്നെ ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇടപാടുകളും ഒരു ബുക്കായ ജേണലിൽ തന്നെ രേഖപ്പെടുത്തുമ്പോൾ ജേണൽ എന്ന് പറയുന്ന ബുക്ക് ഒരു വലിയ ബുക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകൾ ഇതിനു വേണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ പലതും ഒരേപോലുള്ള ഇടപാടുകളായിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ പലതവണ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. നാളെയും സാധനങ്ങൾ പലതവണ വാങ്ങിക്കും, മറ്റന്നാളും വാങ്ങിക്കും, എല്ലാ ദിവസവും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ സിമിലർ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ആ പറയുന്ന ട്രാൻസാക്ഷൻസ് മുഴുവനും നമ്മൾ ജേണലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അതുപോലെ സാധനങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പലതവണ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, നാളെയും വിൽക്കുന്നുണ്ട്, മറ്റന്നാളും വിൽക്കുന്നുണ്ട്, ഒരുപാട് തവണ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഒരേ തരത്തിലുള്ള ജേണൽ എൻട്രിയാണ് ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ എല്ലാ ഇടപാടുകളും ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് പകരം സിമിലർ ആയിട്ടുള്ള ഇടപാടുകളെ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ബുക്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്സ്. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിൽ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നതിന് പകരം ഒന്നിലേറെ ബുക്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. സിമിലർ ആയിട്ടുള്ള ഇടപാടുകൾ ഒരു ബുക്കിൽ, വേറെ സിമിലർ ആയിട്ടുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി വേറൊരു ബുക്ക്, വേറെ സിമിലർ ആയിട്ടുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി വേറൊരു ബുക്ക്. അങ്ങനെ സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ബുക്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ, സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്സ്. നമുക്ക് നോക്കാം. ഫോർ ക്വിക്ക്, എഫിഷ്യൻറ്റ് ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, journal is subdivided into special journals. These special journals are also called day books or subsidiary books. നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഡേ ബുക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാഷ് ബുക്ക്, സെക്കൻഡ് പർച്ചേസ് ബുക്ക്, തേർഡ് പർച്ചേസ് റിട്ടേൺസ് ഓർ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്, ജേണൽ പ്രോപ്പർ. ഫസ്റ്റ് പറയുന്നത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ്. ക്യാഷും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിനെയാണ് പറയുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ ക്യാഷ് ബുക്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യും. പിന്നെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നമ്മൾക്കത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ജേണലിൻ്റെ ഡിവിഷൻ തന്നെയാണ്, ഒരു സബ് ഡിവിഷനാണ്. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്യാണ്. ആ ബുക്കിനാണ് പറയുന്നത് പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസസ് ബുക്കിൽ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുമ്പോൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
ഇപ്പോൾ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അത് ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, കാരണം അത് ക്യാഷ് ഇൻവോൾവ് ആണ്. അപ്പോൾ പൈസ കൊടുത്ത് അല്ല കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമാണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഫിക്സഡ് അസറ്റ് കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഗുഡ്സ് കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് റിട്ടേൺസ് ഓർ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറയുന്നത് ഫോർ റെക്കോർഡിംഗ് ഓൾ പർച്ചേസ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചയക്കുകയാണെങ്കിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വെളിയിലേക്ക് പോവാണ്, സാധനങ്ങൾ വെളിയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ് തിരിച്ച് വെളിയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് കൂടി പറയുന്നത്. നെക്സ്റ്റ് സെയിൽസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് ബുക്ക് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. അപ്പോൾ ക്യാഷ് സെയിലാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് ബുക്കിലാണ്. അപ്പോൾ കടമായിട്ട് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ മാത്രമാണ് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്, അതും ഗുഡ്സ് ആണെങ്കിൽ മാത്രം. ഒരു ഫിക്സഡ് അസറ്റ് കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ സെയിൽസ് ബുക്കിൽ നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ മാത്രമേ രേഖപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. സിമിലർലി സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് ഓൾ സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. വിറ്റ സാധനങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. ഇപ്പോൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പോൾ വിറ്റ സാധനങ്ങളാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരിക, അതുകൊണ്ടാണ് അതിൻ്റെ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ജേണൽ പ്രോപ്പർ. ട്രാൻസാക്ഷൻസ് ദാറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ എനി സ്പെഷ്യൽ ജേണൽ ആർ റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ഇപ്പോൾ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഈ ബുക്കിൽ മറ്റൊരു ബുക്കിലും വരാത്ത ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജേണൽ പ്രോപ്പർ. ഇപ്പോൾ ക്യാഷ് ബുക്കിലോ പർച്ചേസ് ബുക്കിലോ പർച്ചേസ് റിട്ടേൺ ബുക്കിലോ സെയിൽസ് ബുക്കിലോ സെയിൽസ് റിട്ടേൺ ബുക്കിലോ വരാത്ത ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഈ ജേണൽ പ്രോപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട ഇടപാടുകൾ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ, ക്യാഷ് കൊടുത്ത് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഏത് ബുക്കിലായിരിക്കും രേഖപ്പെടുത്തുക? യെസ്, അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ കടമായിട്ട് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി ജേണൽ പ്രോപ്പറാണ്. ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ പ്രധാനമായും ഇത്തരം എൻട്രീസ് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഇതുകൂടാതെ 1-2 ബുക്കുകൾ കൂടിയുണ്ട്. ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. അത് നമ്മൾ പിന്നീട് പ്രത്യേക ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ഓരോ ഡേ ബുക്കിനെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകം നമുക്ക് പഠിക്കാം. ആദ്യം വരുന്നത് ക്യാഷ് ബുക്ക്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് കിട്ടുകയാണെങ്കിലോ ബാങ്ക് കിട്ടുകയാണെങ്കിലോ അതുപോലെ തന്നെ ക്യാഷ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുകയാണെങ്കിലോ അത്തരം ഇടപാടുകൾ മുഴുവൻ രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് ബുക്കിലായിരിക്കണം. വേറൊരു ബുക്കിലും രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആണ്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രി രൂപത്തിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, പ്രത്യേക രീതിയിലാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് ഇൻ വിച്ച് all transactions relating to
receipts and payments of cash and bank are recorded. It starts with opening balance of cash or bank and ends with closing balance of cash and bank. ക്യാഷ് ബുക്കിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നുണ്ട്. കാരണം ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. അതുകൊണ്ടാണ് ക്യാഷ് ബുക്കിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ബിക്കോസ് വെൻ എ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്, ട്രാൻസാക്ഷൻസ് ഓഫ് ക്യാഷ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ജേണൽ. ഇൻസ്റ്റെഡ് these are originally recorded in the cash book. ക്യാഷ് ബുക്കിൽ ക്യാഷും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്യാഷ് അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ നമ്മൾ പ്രത്യേകം തയ്യാറാക്കേണ്ടതില്ല. ഇപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒഴികെ ബാക്കിയുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. പക്ഷേ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നമ്മൾ തയ്യാറാക്കേണ്ടതില്ല. കാരണം അക്കൗണ്ട് ഫോർമാറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് എത്രയാണ് അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നീട് നമ്മൾ വീണ്ടും ഒരു ക്യാഷ് അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ക്യാഷ് ബുക്ക് സെർവ്സ് ദി പർപ്പസ് ഓഫ് ബോത്ത് ജേണൽ ആസ് വെൽ ആസ് ലെഡ്ജർ. നോക്കാം. ഇറ്റ് സെർവ്സ് ദി പർപ്പസ് ഓഫ് ബോത്ത് ജേണൽ ആസ് വെൽ ആസ് ദി ലെഡ്ജർ cash account because when a cash book is maintained, transactions of cash are not recorded in the journal and no separate account for cash or bank is required in the ledger. ഇപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്യാഷ് ബുക്ക് ഉണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഈ ക്യാഷ് ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാ റെസീറ്റ്സും പേയ്മെൻറ്റ്സും ക്യാഷിലാണെങ്കിൽ മാത്രമാണ്. ബാങ്ക് റെസീറ്റും പേയ്മെൻറ്റും ഇല്ല എങ്കിൽ, ക്യാഷിലാണ് എല്ലാ ഇടപാടുകളും നടക്കുന്നതെങ്കിൽ നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എമൗണ്ടിന് ഡെബിറ്റിൽ ഒരു കോളം ക്രെഡിറ്റിൽ ഒരു കോളം, അങ്ങനെ എമൗണ്ടിന് ഓരോ കോളം വീതം മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ബുക്ക് വരികയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയാം. നമുക്ക് നോക്കാം ഫോർമാറ്റ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇപ്പോൾ ഈ ഫോർമാറ്റ് പ്രകാരം ആദ്യം ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. രണ്ട് സൈഡാണുള്ളത്. ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, സെക്കൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ആയാലും ക്രെഡിറ്റ് സൈഡ് ആയാലും ഡിഫറെൻറ്റ് കോളംസ് ഉണ്ട്. ഡേറ്റ്, റെസീറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഈ ഒരു ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. അക്കൗണ്ട് എങ്ങനെയാണോ വരക്കുന്നത് ഏകദേശം അതേപോലെയാണ് നമുക്ക് ക്യാഷ് ബുക്കും തയ്യാറാക്കേണ്ടത്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീറ്റ്സ് ഓഫ് ക്യാഷും അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷും രേഖപ്പെടുത്തണം. ഏതൊക്കെ തരത്തിലാണോ പൈസ നമുക്ക് കിട്ടിയത് അത് മുഴുവനും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പൈസ കൊടുത്തത് അങ്ങനെ പൈസ കൊടുക്കുന്നത് മുഴുവനും പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കണം. ഇങ്ങനൊരു ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഏകദേശം ക്യാഷ് അക്കൗണ്ട് ഫോർമാറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിന്നീട് ഒരു ക്യാഷ് അക്കൗണ്ട് വരേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്കിൽ നോക്കിയാൽ തന്നെ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് മറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊരു അക്കൗണ്ട് ഫോർമാറ്റിലാണെങ്കിലും ഇതൊരു അക്കൗണ്ട് അല്ല, ഇതൊരു സബ് ഡിവിഷൻ ഓഫ് ജേണലാണ്. ജേണലിൻ്റെ ഒരു സബ് ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡിങ് കൊടുക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കരുത്, ക്യാഷ് ബുക്ക് എന്ന് തന്നെ കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. 1st April 2020 started business rupees 35,000. 8th April 2020 purchased goods for rupees 10,000. 15th April 2020 purchased furniture rupees 5,000. 17th April 2020 sold goods rupees 7,000. 20 April 2020 paid rent rupees 2,000.
22 April 2020 സാലറി പെയ്ഡ് ₹1,500. ഇപ്പോൾ തന്നിരിക്കുന്ന ഇടപാടുകൾ മുഴുവനും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നുകിൽ ക്യാഷ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എല്ലാ ഇടപാടുകളും നമ്മൾ ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. ക്യാഷുമായിട്ട് ബന്ധപ്പെടാത്ത ഇടപാടുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല. നമുക്ക് നോക്കാം. ആദ്യം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. ക്യാഷ് ബുക്ക്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഡേറ്റ്, റെസീറ്റ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 April 2020 സ്റ്റാർട്ടഡ് ബിസിനസ് ₹35,000. 35,000 രൂപ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് ലഭിക്കുമോ അല്ല ക്യാഷ് നമ്മൾ കൊടുക്കുമോ? തീർച്ചയായിട്ടും ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതൊരു റെസീറ്റാണ്, ബിസിനസ്സിന് കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൻ്റെ റെസീറ്റ് സൈഡിൽ കാണിക്കുക 35,000. അതിന് നേർക്ക് എഴുതുക. 35,000 എഴുതാൻ കാരണം സ്റ്റാർട്ടഡ് ബിസിനസ്സാണ്. അപ്പോൾ അതിന് നേർക്ക് എഴുതേണ്ടത് ക്യാപിറ്റൽ എന്ന് രേഖപ്പെടുത്തുക. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക 1 April 2020. അപ്പോൾ ആദ്യത്തെ ഇടപാട് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇടപാട് എന്ന് പറയുന്നത് 8 April 2020 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. 10,000 rupees കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ 10,000 rupees കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് സൈഡിലാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ 10,000 എന്ന് കാണിക്കുക. അതിൻ്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അല്ലെ പേയ്മെൻറ്റ് കോളത്തിൽ നമ്മൾ കാണിക്കുക 10,000 കാണിക്കാൻ കാരണം പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഇപ്പോൾ പർച്ചേസസ് എന്ന് കാണിക്കുക. ഡേറ്റ് കോളത്തിൽ 8 April 2020. നെക്സ്റ്റ് വരുന്നത് 15 April 2020 പർച്ചേസ്ഡ് ഫർണിച്ചർ ₹5,000. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 15 April 2020 ഫർണിച്ചർ 5,000. നെക്സ്റ്റ് 17 April 2020 സോൾഡ് ഗുഡ്സ് ₹7,000. സാധനങ്ങൾ വിറ്റു 7,000 രൂപക്ക്. അപ്പോൾ പൈസ കിട്ടുമോ കൊടുക്കുമോ? യെസ്, പൈസ കിട്ടുകയാണ് ചെയ്യുക. സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങൾ പോകും, പൈസ കിട്ടും. അപ്പോൾ പൈസ നമുക്ക് കിട്ടുമ്പോൾ ഏത് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുക? യെസ്, ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്, റെസീറ്റ് സൈഡിൽ. എന്തായിരിക്കും എഴുതുക? ഡേറ്റ് കോളത്തിൽ 17 April 2020. റെസീറ്റ് കോളത്തിൽ എന്തായിരിക്കും രേഖപ്പെടുത്തുക? സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ്. എമൗണ്ട് കോളത്തിൽ 7,000. നെക്സ്റ്റ് 20 April 2020 പെയ്ഡ് റെൻറ്റ് ₹2,000. വാടക കൊടുത്തു 2,000 രൂപ. അപ്പോൾ വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടുമോ കൊടുക്കുമോ? യെസ്, ദാറ്റ് ഈസ് ക്യാഷ് പേയ്മെൻ്റ് ആണത് അല്ലേ. അപ്പോൾ ഏത് സൈഡിലായിരിക്കും കാണിക്കുക? പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയായിരിക്കും? ഡേറ്റ് കോളത്തിൽ 20 April 2020 പേയ്മെൻറ്റ് കോളത്തിൽ റെൻറ്റ് എന്ന് കാണിക്കുക. എമൗണ്ട് കോളത്തിൽ 2,000. സിമിലർലി 22 April 2020 പെയ്ഡ് സാലറി 1,500. സാലറി കൊടുത്തു 1,500. അപ്പോൾ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ക്യാഷ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും സൈഡ്? പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. പേയ്മെൻറ്റ് സൈഡിൽ എങ്ങനെ രേഖപ്പെടുത്തുക? ഡേറ്റ് കോളത്തിൽ 22 April 2020 സാലറി. എമൗണ്ട് കോളത്തിൽ 1,500. ഇത്രയായി കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ തന്നിരിക്കുന്ന ഇടപാടുകൾ മുഴുവനും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ക്യാഷ് അക്കൗണ്ടും മറ്റ് ലെഡ്ജർ അക്കൗണ്ടുകളും ഒക്കെ ബാലൻസ് ചെയ്തതുപോലെ ക്യാഷ് ബുക്ക് ഇവിടെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡെബിറ്റും ക്രെഡിറ്റും ആദ്യം ടോട്ടൽ ചെയ്ത് നോക്കുക. ഏത് സൈഡിലാണോ കൂടുതൽ കിട്ടുന്നത് ആ കൂടുതൽ കിട്ടുന്ന രണ്ട് സൈഡിലും രേഖപ്പെടുത്തും. അപ്പോൾ ഡെബിറ്റ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 35,000 + 7,000 42,000 കിട്ടും. ക്രെഡിറ്റ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 18,500 കിട്ടും. അപ്പോൾ കൂടുതൽ കിട്ടുന്നത് 42,000 ആണ്. അത് ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതുക. അപ്പോൾ ഡെബിറ്റിലെ ടോട്ടൽ കറക്റ്റാണ് 35,000 + 7,000 42,000.
ക്രെഡിറ്റിൽ ടോട്ടൽ കറക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ബാലൻസ് വരുന്നത് ക്രെഡിറ്റിലാണ്. അപ്പോൾ ബാലൻസ് ആയിട്ട് ക്രെഡിറ്റിൽ കാണിക്കുക 42,000 മൈനസ് 18,500, ദാറ്റ് ഈസ് 23,500. അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ. അതിൻ്റെ ഡേറ്റ് കോളത്തിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് രേഖപ്പെടുത്താം, കാരണം ക്ലോസിംഗ് ഡേറ്റ് ഒന്നും ഇവിടെ പ്രത്യേകിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 22 ഏപ്രിൽ 2020. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ആ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് 23 ഏപ്രിൽ 2020, ബാലൻസ് ബ്രോ ഡൗൺ 23,500. ഇത്രയായി കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ക്യാഷ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് ജേണൽ എൻട്രി എഴുതിയതിന് ശേഷമാണ്. പക്ഷേ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണൽ എൻട്രി ഒന്നും എഴുതുന്നില്ല, ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഫോർമാറ്റിൽ തന്നെയാണ്. അതിൻ്റെ അകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അടക്കം ക്യാഷ് ബുക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ക്യാഷ് അക്കൗണ്ട് ഇനി നമ്മൾ തയ്യാറാക്കേണ്ട. അതുകൊണ്ടാണ് ക്യാഷ് ബുക്ക് സെർവ്സ് ദി പർപ്പസ് ഓഫ് ജേണൽ ആസ് വെൽ ആസ് ലെഡ്ജർ എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള അക്കൗണ്ടുകൾ മുഴുവനും നമ്മൾ തയ്യാറാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, എല്ലാ അക്കൗണ്ടുകളും നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ ക്യാഷ് ബുക്ക് നോക്കിയിട്ട് എങ്ങനെ മറ്റ് ലെഡ്ജർ അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കാം എന്ന് നമുക്ക് ഇവിടെ നോക്കാം. ക്യാഷ് ബുക്ക് നമുക്ക് കിട്ടിയ ക്യാഷ് ബുക്ക് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ക്യാഷ് ബുക്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. 1 ഏപ്രിൽ 2020 ക്യാപിറ്റൽ 35,000. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വേണം അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ക്രെഡിറ്റ് സൈഡിൽ 1/4/2020 ക്യാഷ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത് 35,000. അപ്പോൾ ക്യാഷ് ബുക്കിലാണ് ക്യാപിറ്റൽ എന്ന് എഴുതിയത്. അപ്പോൾ ക്യാപിറ്റലിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക 35,000. സിമിലർലി സെയിൽസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലാണ് സെയിൽസ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ക്യാഷ് 17/4/2020 ക്യാഷ് 7,000. അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് സൈഡിലാണ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പർച്ചേസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 8/4/2020 ക്യാഷ് 10,000. സിമിലർലി ഫർണിച്ചർ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 15 ഏപ്രിൽ 2020 ക്യാഷ് 5,000. നെക്സ്റ്റ് റെൻ്റ് ആണ്. ഇപ്പോൾ റെൻ്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 20 ഏപ്രിൽ 2020 ക്യാഷ് 2,000. സിമിലർലി സാലറി അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഏത് സൈഡിലാണ് തന്നിരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ സാലറി അക്കൗണ്ടിൽ ഏത് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുക? യെസ്, സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് 22 ഏപ്രിൽ 2020 1,500. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. 1st January 2019 cash in hand 50,000. 2nd January 2019 cash received from Smita 5,000. 3rd January 2019 paid salary 3,000. 5th January 2019 rent received 4,000. 6th January 2019 cash sales 10,000. 7th January 2019 paid to Joss 8,000. 8th January 2019 ക്യാഷ് പർച്ചേസ് 6,000. ഇതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് വരെയാം. അതിനുശേഷം ആദ്യം പറയുന്നത് 1st January 2019 ക്യാഷ് ഇൻ ഹാൻഡ് 50,000 എന്നാണ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ള പൈസ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം കാണിക്കേണ്ടത്. അത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക
1st April 2019 ബാലൻസ് ബ്രോഡ് ഓൺ 50,000. ഇപ്പോൾ ഓർക്കുക, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡെബിറ്റ് മാത്രമേ വരൂ. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് കാണിക്കുക, ഇല്ല എങ്കിൽ ഇല്ല, സീറോ ആയിരിക്കും. ബാലൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. പക്ഷെ ഒരു കാരണവശാലും അത് നെഗറ്റീവ് ആവില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുകിൽ ക്യാഷ് ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ട് എന്ന് പറയാം. നെഗറ്റീവ് ക്യാഷ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രെഡിറ്റ് വരില്ല, ഡെബിറ്റിൽ മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് വരികയുള്ളൂ. ഇപ്പോൾ 1st January 2019 ബാലൻസ് ബ്രോഡ് ഓൺ 50,000. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്മിത 5,000. അത് ഏത് സൈഡായിരിക്കും കാണിക്കുക? യെസ്, സ്മിത എടുക്കുന്ന ക്യാഷ് കിട്ടിയതാണ്. അപ്പം റെസീറ്റ് സൈഡായിരിക്കും അല്ലേ? ഇപ്പോൾ 2nd January 2019 എന്തായിരിക്കാം റെസീറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക? യെസ്, സ്മിത 5,000. നെക്സ്റ്റ്, 3rd January 2019 പെയ്ഡ് സാലറി ₹3,000. ഏതായിരിക്കും സൈഡ്? പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. 3rd January 2019 എന്തായിരിക്കും എഴുതുക? സാലറി 3,000. നെക്സ്റ്റ്, 5th January 2019 റെൻ്റ് റിസീവ്ഡ് 4,000. റെൻ്റ് കിട്ടി. അപ്പോൾ ക്യാഷ് കിട്ടുമോ കൊടുക്കുമോ? യെസ്, ക്യാഷ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ റെസീറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ വേണ്ടി. 5th January 2019 റെൻ്റ് റിസീവ്ഡ് 4,000. നെക്സ്റ്റ്, 6th January 2019 ക്യാഷ് സെയിൽസ് 10,000. സാധനങ്ങൾ ക്യാഷിന് വിറ്റു എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടുമോ കൊടുക്കുമോ? തീർച്ചയായിട്ടും ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സൈഡ് യെസ് റെസീറ്റ് സൈഡായിരിക്കും. 6th January 2019 സെയിൽസ് 10,000. നെക്സ്റ്റ്, 7th January 2019 പെയ്ഡ് ടു ജോസ് 8,000. ജോസിന് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഏതായിരിക്കും സൈഡ്? പേയ്മെൻറ്റ് സൈഡാണ്. 7th January 2019 പേയ്മെൻറ്റ് കോളത്തിൽ ജോസ് 8,000. നെക്സ്റ്റ്, 8th January 2019 ക്യാഷ് പർച്ചേസ് 6,000. സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു, അപ്പോൾ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് സൈഡ് തന്നെ. 8th January 2019 പർച്ചേസ് 6,000. അതിനുശേഷം എല്ലാ ഇടപാടുകളും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം ക്യാഷ് ബുക്ക് നമുക്ക് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഡെബിറ്റ് ടോട്ടൽ കിട്ടുന്നത് 69,000, ക്രെഡിറ്റ് ടോട്ടൽ കിട്ടുന്നത് 17,000 മാത്രമേ ക്രെഡിറ്റ് ടോട്ടൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയ 69,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും രേഖപ്പെടുത്തുക. ക്രെഡിറ്റിലാണ് കുറവ് വന്നത്, 52,000 ഡിഫറൻസ് വരുന്നുണ്ട്. അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരിഡ് ആണ്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് അവിടെ കൊടുക്കാം, 8th January 2019. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ അത് ബ്രോഡ് ഓൺ ചെയ്യുക. 9th January 2019 ബാലൻസ് ബ്രോഡ് ഓൺ 52,000. നെക്സ്റ്റ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനുള്ള ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് ഇപ്പോൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും. ആ സമയത്ത് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ ആ സമയത്ത് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പ്രീവിയസ് അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു, അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതിനുശേഷം 3 അക്കൗണ്ടുകളാണ് നിങ്ങളോട് വരക്കാൻ വേണ്ടി പറഞ്ഞത്: ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ആൻഡ് മോഹിത് ബ്രദേഴ്സ് അക്കൗണ്ട്. അത് ചെക്ക് ചെയ്യുക, മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.